നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും കേരളം കടക്കണിയിൽ വീണും കേന്ദ്രം സംസ്ഥാന വിഹിതം കുറച്ചും അവരവരുടേതായ ജോലികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രം പദ്ധതി ചെലവുകൾക്ക് പണം തികയാത്തതിനാൽ കരാറുകാരുടെ ബില്ലുകളിലും ഈ സാമ്പത്തിക വർഷം മാറില്ല. നാളത്തെ മന്ത്രിസഭാ യോഗം ഈ മാസം 25-ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ ഗവർണറുടെ അനുമതി ആവശ്യപ്പെടാൻ തീരുമാനിക്കും. വരുമാന വർധനയാണ് ഇത്തവണത്തെ ബജറ്റിന്റെ മുഖ്യ അജണ്ട. അതുകൊണ്ട് തന്നെ നികുതികൾ വീണ്ടും കൂട്ടും. അടുത്ത മാസം ശമ്പളം കൊടുക്കുവാൻ സഹകരണ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുവാൻ സർക്കാർ നീക്കമുണ്ട്. ഈ വർഷം ഇനി 5400 കോടി രൂപ മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ. കേന്ദ്രം അനുവദിച്ചതിൽ 1800 കോടിയും ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾ കണക്കിലെടുത്ത 4400 കോടിയും കടമെടുക്കാം. കേന്ദ്ര വ്യവസ്ഥ അനുസരിച്ച് KSEBിയുടെ 767 കോടി നഷ്ടം സർക്കാർ ഏറ്റെടുക്കണം. ഇതോടെ കടമെടുക്കാവുന്ന തുക 5400 കോടിയായി കുറയും. ഈ സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനം. അടുത്ത സാമ്പത്തിക വർഷത്തടക്കമുള്ള വാർഷിക പദ്ധതികൾക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആസൂത്രണ ബോർഡ് യോഗം അന്തിമ രൂപം നൽകിയേക്കും. 37,000 കോടിയോളം രൂപയുടെ വാർഷിക പദ്ധതിയായിരിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം 38,629 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് 50% പോലും പൂർത്തിയായില്ല. ഈ സാഹചര്യത്തിലാണ് പദ്ധതി ചെലവ് 1,629 കോടിയാക്കി കുറക്കുന്നത്. ഇതിനിടെ അടുത്ത സാമ്പത്തിക വർഷം തങ്ങളുടെ മണ്ഡലത്തിൽ നടപ്പാക്കാവുന്ന 20 പദ്ധതികൾ വീതം ബജറ്റിലേക്ക് ശുപാർശ ചെയ്യുവാൻ ആവശ്യപ്പെട്ട് MLA-മാർക്ക് ധനമന്ത്രി കത്തയച്ചു. കിഫ്ബി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്നും പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. നിലവിലെ പദ്ധതികൾക്കുമായി മുന്നോട്ട് പോവുകയാണ് ഇനി കിഫ്ബിയുടെ മുഖ്യ റോൾ. അതിനപ്പുറം ഇടപെടലിന് കിഫ്ബിക്ക് കഴിയില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനുള്ള പ്രധാന കാരണം. ബജറ്റിലെ അധിക നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മേലുള്ള കൊള്ളയാകുമെന്നത് ഉറപ്പാണ്. ശമ്പളവും പെൻഷനും നൽകുവാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കൂടുതൽ വിഹിതം നൽകിയതിനാൽ ഈ വർഷം ബാക്കി തുകയെ നൽകുമെന്ന കേന്ദ്ര നിലപാടും സംസ്ഥാനത്തിന് തിരിച്ചടി തന്നെയാണ്. ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിന് പുറമെ സഹകരണ ബാങ്കിൽ നിന്നും വായ്പയും വാങ്ങി ശമ്പളം നൽകുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുക. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകും. 8.80% പലിശക്കെടുക്കുന്ന വായ്പ ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാം എന്നാണ് ധാരണ. പ്രതിമാസം പലിശ അടച്ച ശേഷം മുതൽ തുക ഒടുവിൽ ഒരുമിച്ചടയ്ക്കും. ആവശ്യത്തിന് പണം കൈവശമുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ, പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾ, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കൺസോർഷ്യമാകും വായ്പ നൽകുക. കേരളത്തിൽ നികുതി പിരിവ് വളരെ കുറവാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. കിട്ടാനുള്ള നികുതി വരുമാനത്തിന്റെ 25% നികുതി തമിഴ്നാട് പിരിച്ചെടുത്തു കഴിഞ്ഞു. എന്നിട്ടും കേരളം ഇക്കാര്യത്തിൽ ഏറെ പിന്നിലാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. വൻകിട സ്ഥാപനങ്ങൾ കോടികളുടെ വിൽപ്പന നികുതി കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്. അവ പിരിച്ചെടുക്കാൻ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് കേന്ദ്രത്തിന്റെ പരാതി. എന്തായാലും കടമെടുത്ത് നമ്മളിപ്പോൾ മുങ്ങാറായ ഒരു കപ്പലായി മാറിയിരിക്കുകയാണ്.